രാജാധിരാജനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഫെസസ് 3:10 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അപ്പുറം ചെയ്തു തരാൻ കഴിവുള്ള ഈശോയ്ക്ക് എന്നുമെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സൂസൻ ഫ്രാങ്ക്ലിൻ. ഞാൻ വൈപ്പിൽ നിന്ന് വരുന്നു. വാടയിലടവയാണ് ഞാൻ. എൻ്റെ ഉടമ്പടി ഇത് 9ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഉടമ്പടി വെച്ചിരുന്നത്. എൻ്റെ മോൾക്കൊരു ജോലി ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു ഉടമ്പടിയിൽ വെച്ചിരുന്നത്. ആ നിയോഗം എൻ്റെ മോള് പറയുന്നതാണ്. എൻ്റെ പേര് മരിയ ഫ്രാങ്ക്ലിൻ. ഞാൻ ഇപ്പോൾ UK-യിൽ നിന്ന് വെക്കേഷന് വേണ്ടി ഇവിടെ വന്നതാണ്. അമ്മ മാതാവിൻ്റെ അടുത്ത് എനിക്ക് ജോലി എങ്ങനെ കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത്. ഫസ്റ്റ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ടാണ് ഞാൻ UK-യിൽ പോയത്. അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞപ്പോൾ നമുക്കൊരു 40 hours വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പെർമിറ്റ് ഉണ്ട് 3 മാസത്തേക്ക്. അപ്പോൾ അത് 3 മാസം കഴിയുമ്പോൾ നമുക്ക് PSW വിസയിലോട്ട് നമുക്ക് മാറാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ, എനിക്ക് 40 hours വർക്ക് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഒരു കെയർ ഹോമിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് 16 മണിക്കൂർ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് 40 hours കിട്ടുമ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കുമായിരുന്നു, എനിക്ക് 40 hours വേണ്ടി ഷിഫ്റ്റ് തരാമോ, എനിക്ക് പെർമിറ്റ് ഉണ്ട്, ഞാൻ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം, എല്ലാം ഞാൻ പറയുമായിരുന്നു. പക്ഷേ അവിടെ കുറച്ച് കൂടുതലും ബ്രിട്ടീഷുകാരായതുകൊണ്ട് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. എനിക്കിപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളും കെയർ ഹോമിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കരയുമായിരുന്നു. മമ്മിയാണ് ഉടമ്പടി എടുത്തത്. അപ്പം മമ്മിനോട് ഞാൻ പറഞ്ഞ് കരയുമായിരുന്നു, എനിക്ക് ക്രിസ്മസിനാണെങ്കിലും നമുക്ക് ഡബിൾ പേയ്മെൻ്റ് ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാം, പക്ഷെ എനിക്ക് ഷിഫ്റ്റ് കിട്ടേയില്ല. അപ്പം ഞാൻ കിടന്ന് കരച്ചില്ലായിരുന്നു. കാരണം എനിക്ക് 3 മാസം നമ്മൾ കണ്ടിന്യൂസ് പണിയെടുത്താലേ അത്രയും പൈസ നമുക്ക് PSWന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസം നമുക്ക് സമയം പൊക്കോണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കിടന്ന് കരയും, മമ്മി എനിക്ക് ഡെസർട്ടേഷൻ ഞാൻ വെച്ചു, എല്ലാം വെച്ചു, എനിക്ക് 40 മണിക്കൂർ പെർമിറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് ഒന്നും കിട്ടണില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തു, നമുക്ക് വേറൊരു ജോബ് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേറെ സ്ഥലത്തായിരുന്നു, 1 മണിക്കൂർ മാഞ്ചസ്റ്ററിലായിരുന്നു എൻ്റെ കെയർ ഹോം. ഞാൻ താമസിക്കുന്നത് ലിവർപൂളായിരുന്നു. അപ്പോൾ ഞാൻ ലിവർപൂളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ലിവർപൂളിൽ തന്നെ ഞാൻ ജോലി നോക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നീ വെയർ ഹൗസിൽ നോക്കുക, വെയർ ഹൗസിൽ പെട്ടെന്ന് കിട്ടും, ഓവർ ടൈമും ചെയ്യാം, നമുക്ക് 40 മണിക്കൂർ ഷിഫ്റ്റൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയർ ഹൗസിൽ എനിക്ക് അവർ നമ്പർ തന്നു. ഞാനപ്പോൾ അവർ വിളിച്ചിട്ടൊന്നും അവരെടുക്കണില്ല, ഇൻ്റർവ്യൂ ബുക്ക് ചെയ്യണം, വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്താലേ അവർ ഇൻ്റർവ്യൂവിന് എടുക്കത്തുള്ളൂ. അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചു, അവരെടുക്കണില്ല. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ തന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇങ്ങനെ ഇൻ്റർവ്യൂ 9 മണിക്ക് എന്തുണ്ട്, അപ്പോൾ അവിടെ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു, ഞാൻ ഇൻ്റർവ്യൂവിന് കൊടുത്തു. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്കാണെങ്കിൽ വെയർ ഹൗസിൽ പണിയെടുത്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് തന്നെ ഞാൻ പറഞ്ഞു, കെയർ ഹോമിലായിരുന്നു, അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ആദ്യത്തെ ജോബ് കെയർ ഹോമിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ആ ആഴ്ച തന്നെ ഇൻഡക്ഷന് എനിക്ക് ഡേറ്റും കിട്ടി. ഞാൻ വെയർ ഹൗസിൽ കയറി. അപ്പോൾ വെയർ ഹൗസിൽ ജോലി എന്താണെന്ന് വെച്ചാൽ പിക്കിങ്ങും പാക്കിങ്ങും ആയിരുന്നു. അപ്പോൾ പിക്കിംഗ് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് 4 ദിവസത്തെ ട്രക്ക് ട്രെയിനിങ് തരും. ട്രക്ക് ഓടിച്ച് അവിടെ ഒരു 20 കിലോ, ചിലപ്പോൾ 10 കിലോ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് പിക്ക് ചെയ്തിട്ടുള്ള പണിയാണത്. അങ്ങനെ ഞാനൊരു 2-3 മാസം അവിടെ പണി ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇൻ്റർനെറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മൂവ് ചെയ്തു. ഇൻ്റർനെറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് വെച്ചാൽ നമുക്ക് ട്രക്ക് ഓടിക്കണ്ട, പക്ഷേ വാക്ക് ആൻഡ് പിക്കാ എന്ന് വെച്ചാൽ നടന്ന് പിക്ക് ചെയ്ത് പണിയെടുക്കണം. അപ്പോൾ 8 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് നടന്ന് പിക്ക് ചെയ്യണം, അതാണ് ഷിഫ്റ്റ്. അപ്പോൾ ഈ വെയർ ഹൗസിലെ ബൂട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ബൂട്ട്സ്. അതിട്ട് നടക്കുമ്പോൾ തന്നെ കാലൊക്കെ ഇങ്ങനെ കൊമളിച്ചൊക്കെ വരും, നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ 27 കിലോമീറ്റർ 26 കിലോമീറ്റർ അങ്ങനെയൊക്കെ നടക്കണം. അപ്പോൾ ഞാനപ്പോൾ വെയർ ഹൗസിൻ്റെ ഉള്ളിൽ അയലിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ കരയും. ഞാൻ ഇത്രയും ഇല്ലാത്ത പൈസ കൊടുത്ത് ഞാൻ UK-യിൽ വന്ന് പഠിച്ചു, ഇത്രയും വലിയ ഡിഗ്രി എടുത്തു, എന്നിട്ട് ഞാൻ ഈ വെയർ ഹൗസിൽ വന്നതാണോ ഞാൻ ഈ പണിയെടുക്കണേന്ന് പറഞ്ഞ് മാതാവിനോട് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കാര്യമായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മമ്മിനോട് പറഞ്ഞപ്പം മമ്മി പറഞ്ഞു അച്ഛനെ പോയി കാണാം ഇവിടെ വന്നിട്ട്. അപ്പം മമ്മി ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ച മമ്മി പറഞ്ഞു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം എനിക്ക് ഒരു മെയിൽ വന്നു. ആ വെയർ ഹൗസിൽ തന്നെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണേ ഈ വെയർ ഹൗസിലോട്ട്. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഓഫീസ് ജോബായിട്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് CV സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ CV സെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല, കാരണം എപ്പോഴും അവിടെ യൂറോപ്യൻസിനെയാണ് എടുക്കണേ. അപ്പോൾ പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു, ഇൻ്റർവ്യൂവിന് ഡേറ്റ് ഉണ്ട്, അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞ് ഞാൻ എനിക്കാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ UK ചെന്നൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ കൊടുക്കണേ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു മമ്മിനോട് പറഞ്ഞു, മമ്മി ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്കറിയില്ല കിട്ടോ ഇല്ലെന്ന്. കുറേ പേരുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വെയർ ഹൗസിൽ ജോലി കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആണ് അങ്ങോട്ട് പോയി കൊടുത്തത്, അപ്പോൾ എനിക്കറിയില്ല മമ്മി എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു, ഞാൻ സെലക്റ്റായി, എനിക്ക് നാളെ തുടങ്ങി ജോലി സ്റ്റാർട്ടാവുക, ട്രെയിനിങ് ഉണ്ട്, 2 ആഴ്ചത്തെ ഇൻഡക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മമ്മിനോട് പറഞ്ഞു, മമ്മി എനിക്ക് കിട്ടിയട്ടോ മമ്മി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ കയറി കഴിഞ്ഞിട്ടും എനിക്ക് ആ ഓഫീസിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആദ്യത്തെ ഇന്ത്യൻ സിറ്റിസണാണ് ആ ഒരു കമ്പനിയിൽ കയറണത്. അങ്ങനെ ഒരു ഫ്രഞ്ച് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞിട്ടും കോമ്പറ്റീഷനാണ്. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ 3 വർഷം 10 വർഷം അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആകുമ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം UK വർക്ക് ചെയ്യുന്ന മിക്കവർക്കും അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു വർക്ക് കിട്ടുക, അതും ഓഫീസ് ജോബ് കിട്ടുക എന്നുള്ളൊരിത് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ എന്ന് പറയണത് നമ്മൾ ചെയ്ത വർക്ക് അവർ ഡിലീറ്റ് ചെയ്തിട്ട് പറയും, ചിലപ്പോൾ പുതിയ ബിഗിനറായിട്ട് വന്നുള്ള കുട്ടിയാണ് അതായിരിക്കും ചെയ്തേക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. ചിലപ്പോൾ വേർതിരിച്ചൊക്കെ കാണുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ മമ്മിനോട് സങ്കടം പറഞ്ഞു, മമ്മിയോടടുത്ത് പറഞ്ഞു, മമ്മി ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ കുറ്റപ്പെടുത്താന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, ഞാൻ മാതാവിന് ലെറ്റർ എഴുതിയിട്ട് മാതാവിൻ്റെ രൂപം നടയിലുണ്ട്, നടയിൽ കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വെച്ചു. പെട്ടെന്ന് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ നല്ല രീതിയിൽ പെരുമാറുകയും ഒരു കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് പോകും. അപ്പം ഞാൻ മമ്മിനോട് പറഞ്ഞു, മമ്മി ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറണേ എന്നൊക്കെ പറയും. അപ്പം മമ്മി എന്ത് ചെയ്തു, എന്നാൽ ലെറ്റർ മാറ്റാം, എല്ലാം ഇതായില്ലേ. പക്ഷെ പിന്നെയും വീണ്ടും അങ്ങനെ എന്നെ ആവർത്തിക്കും. അപ്പം ഞാൻ മമ്മിനോട് പറയും, മമ്മി വീണ്ടും ഇങ്ങനെ എന്നെ എല്ലാവരും പറയണേ എന്നൊക്കെ പറഞ്ഞ് മമ്മി വീണ്ടും എന്നിട്ട് ലെറ്റർ എഴുതി മാതാവിൻ്റെ നടയിൽ കൊണ്ട് എഴുതി വെക്കും. അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യണേ എല്ലാവരുടെ പേരും എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നെല്ലാം എഴുതി ഒരു ലെറ്ററാക്കി മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ കൊണ്ട് പ്രാർത്ഥിച്ച് വെക്കും. എന്നിട്ട് മമ്മി പറഞ്ഞു, ഒരു കാര്യം എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ നിന്ന് ഉപ്പുണ്ടായിരുന്നു, ആ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഓഫീസിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാനത് ഇടാം, കാരണം ലാസ്റ്റത്തെ 1 മണിക്കൂർ ഞാൻ ഒറ്റക്കായിരിക്കും ഓഫീസിൽ, അപ്പോൾ ഞാൻ അങ്ങനെ ഇടാമെന്ന് പറഞ്ഞു. ഞാൻ ഇട്ടു. അതുകൂടാതെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാവരും ഇരിക്കണേൻ്റെ കസേരയിലെയും ടേബിൾ മേലൊക്കെ ഞാൻ പോയി ഇടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുകയും എനിക്ക് നല്ല വർക്ക് കിട്ടുകയും ഇപ്പോൾ എന്താ പറയുക, അവർക്ക് എൻ്റെ ജോബ് ഇഷ്ടപ്പെടാനും ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടാനും കോൺഫിഡൻസും എല്ലാം ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പോകണം. അപ്പം ഞാൻ അന്ന് തീരുമാനിച്ച മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തും. ഞാനിപ്പോൾ 3 ആഴ്ചത്തെ വെക്കേഷന് വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്ത് ഞാൻ തിരിച്ചു പോകുള്ളൂ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മമ്മിക്ക് പൈസ അയച്ചു കൊടുക്കും. അപ്പം മമ്മി ഇവിടെ ഓർഫനേജിലും
അവിടെയൊക്കെ പോയിട്ട് അത് മമ്മി പറയും കറക്റ്റായിട്ട്. അതുകൂടാതെ ആരാണെങ്കിലും ഏത് സിറ്റിസൺ ആണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഒരു ജോബ് ചോദിക്കുക. ഇപ്പോൾ വീട്ടിൽ ബുദ്ധിമുട്ടാണ്, ജോബില്ല, വിസക്ക് പൈസക്ക് വേണ്ടിയാണ് എന്ന് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ കാരണം ഒരു ബിഗിനറായ ഒരാൾക്ക് ജോബ് കൊടുക്കാൻ വേണ്ടി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു അവരോടാണെങ്കിലും പ്ലീസ് ചെയ്ത് ഞാൻ ജോബ് അവർക്ക് ഒപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട്. മമ്മി പറയും. ഒക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഓർഫണേജിൽ പോകും. 2 ബസ് കയറി വേണം പോകാൻ വേണ്ടി. അതിരാവിലെ ചെന്ന് അവിടെ വിശുദ്ധ ബലിയിൽ പങ്കുകൊണ്ടതിന് ശേഷം അവിടുത്തെ ഓർഫണേജിലെ പിള്ളേരെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അതിരാവിലെ 3-4 മണിക്ക് എഴുന്നേറ്റ് ഞാനും മകനും കൂടി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് 20-30 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേ കൊടുക്കും. പിന്നെ പൈസ കൊണ്ടേ കൊടുക്കും. പിന്നെ വഴിയിൽ ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഭക്ഷണത്തിൽ പൈസ കൊടുക്കും. ചിലപ്പോൾ ഒരു 10 രൂപയായിരിക്കും, ചില സമയങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അവർക്ക് 10 രൂപയിൽ എൻ്റെ മുമ്പിൽ കൈ നീട്ടണം, അവർക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വിശുദ്ധ ബലിയിൽ എന്ന് പറഞ്ഞാൽ ശനിയും ഞായറും മാത്രമാണ് വിശുദ്ധ ബലിയിൽ പങ്കുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാ ദിവസങ്ങളും പറ്റുന്ന എല്ലാ ദിവസങ്ങളും പോയി വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളും. വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുമ്പോൾ ഞാനും എൻ്റെ ഈശോയും മാത്രം. ഞാൻ എന്തിനാണ് കരയണമെന്നറിയില്ല. എൻ്റെ ഈശോയെ നോക്കി വിശുദ്ധ ബലിയിൽ ഒരു കരയാത്തൊരു ദിവസം പോലും ഇല്ല എൻ്റെ ഈശോയ്ക്ക് വേണ്ടി. പിന്നെ ബൈബിൾ വായിക്കും, അരമണിക്കൂറും അതിലേറെയും ബൈബിൾ വായിക്കും. പിന്നെ ബൈബിൾ വചനം ചൊല്ലിക്കൊണ്ട് നടക്കും. പിന്നെ പ്രാർത്ഥന ഒന്നും മുടക്കാറില്ല. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം നടത്താറുണ്ട്. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 139 5-ാം തിരുവചനം പറയുന്നു, മുമ്പിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സൂസൻ എന്ന ഈ മകളുടെ വലിയൊരു ജീവിത സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ക്രമീകരിച്ചു, എല്ലാം സാധ്യമാക്കി കൊടുത്തു എന്നിവിടെ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. സൂസൻ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. മകളുടെ ഒരു ജോലി, ജീവിത പ്രശ്നങ്ങളൊക്കെ സെറ്റിലാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ കൃപാസന കൂടാരത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളും നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചോളൂ. ഈശോൻ്റെ മുമ്പിലും പരിശുദ്ധ അമ്മയുടെ നമ്മൾ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കേണ്ട അവസ്ഥ വരില്ല. കടലോളം പ്രശ്നങ്ങളുണ്ടാവും. മുങ്ങി താന്നു പോയാലും ഈശോനോടും അമ്മയോടും പറയണം, പരിശുദ്ധ അമ്മേ ഞാൻ താന്നു പോയാലും, ഞാൻ ഈശോ നിന്ന് അകന്നു പോയാലും, പരിശുദ്ധമ്മ അകന്നു പോയാലും കൈ പിടിച്ച് ഉയർത്തിക്കൊള്ളേ. എൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയാലും നീ മുറുകെ പിടിച്ചേക്കണേ, തക്ക സമയത്ത് നീ രക്ഷപ്പെടുത്തണേ. നമ്മ ഈശോൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരിക ഒരു മുട്ടിപ്പും വരത്തില്ല. നമുക്കുള്ള വഴിക്ക് തമ്പുരാൻ കർത്താവ് എന്നേക്കും കാണിച്ചു തരും. നിത്യതയിൽ ഈശോൻ്റെ പരിശുദ്ധമ്മയുടെ കൂടെ ജീവിക്കാനുള്ള കൃപ എനിക്ക് എൻ്റെ മക്കൾക്കും തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൂസൻ്റെ വളരെ സ്ട്രോങ് കൺവിക്ഷനാണിത്. അമ്മയുടെ മുൻപിൽ നമ്മൾ മുട്ടുകുത്തിയാൽ മറ്റാരുടെയും മുൻപിൽ നമുക്ക് മുട്ടുകുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്കെല്ലാം അത് പ്രാപിച്ചു തരുമെന്ന വലിയൊരു വിശ്വാസം, വലിയ ഉറപ്പ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്കെല്ലാവർക്കും നൽകുകയാണ്. മകളുടെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നുകയായിരുന്നു, കാരണം നമ്മൾ ഇത്രമാത്രം ഇവിടെ പഠനം, നമ്മുടെ എല്ലാ മെറിറ്റോടും കൂടിയാണ് നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ പറയുന്ന പോലെ ചാക്ക് ചുമക്കുന്നൊരു ജോലി തനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിലൂടെ എന്തുമാത്രം സങ്കടത്തിലൂടെ ഈ കൊച്ചുമകൾ കടന്നുപോയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു വലിയ ഹ്യൂമിലിയേഷനിൽ നിന്ന്, വലിയ ഒരു കുറവിൽ നിന്ന് വലിയൊരു നിറവ് നൽകിയാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ആ വലിയ സന്തോഷം ഈ മകൾക്ക് കൊടുത്തത്. ഒരിക്കലും ഇതൊരു ഒരു വസ്തുതയാണ്. കാരണം ഒരു ഫോറിൻ ഓഫീസിലും ഇന്ത്യക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. ഈ മകൾക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യം, വലിയൊരു അനുഗ്രഹമാണ്. മറ്റ് യൂറോപ്യൻസിൻ്റെയും ബ്രിട്ടീഷേഴ്സിൻ്റെയും കമ്പനിയിൽ, ഒരു ഫ്രാൻസ് കമ്പനിയിൽ ഒരു ഇന്ത്യൻ യങ് ഗേൾ ഒരു നല്ല ഓഫീസറായി ജോലി കിട്ടുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായിട്ട് മകൾ കാണുകയാണ്. അതിലൂടെ ഈ മകൾ ഒരു പാഠം, ഒരു വലിയ കൃപ ലഭിച്ചു.
ഇന്ത്യക്കാരായിട്ടുള്ള ആരെങ്കിലും വരുമ്പോൾ അവർക്കെല്ലാം എങ്ങനെയെങ്കിലും ആരോടെങ്കിലുമൊക്കെ പ്ലീഡ് ചെയ്ത് അവർക്കൊരു ജോലി മേടിച്ചു കൊടുക്കുക. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കൾ എൻ്റെ പുറകിലുണ്ട്, എൻ്റെ മുന്നിലുണ്ട്. അവർക്കെല്ലാം ജോലി മേടിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ കൃപയും കൂടിയാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്ന, നമുക്ക് പുറകിലോട്ടല്ല. എന്ത് സങ്കടം വന്നാലും, മറ്റുള്ളവരുടെ സങ്കടം കണ്ടാലും, നമ്മുടെ കുടുംബത്തിൽ സങ്കടങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്യാനും അതിനെ സെറ്റിലാക്കാനുള്ള കൃപ കൂടി പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് മേടിച്ചു തരുന്നു. ഇവരുടെ കുടുംബത്തിൽ അതുപോലെ ഒരുപാട് സഹോദരിക്കൊരു അനുഭവം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ, ഒരു തവണ തിളച്ച വെള്ളം, അത് കൈ കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, തിളച്ച വെള്ളം കയ്യിൽ വീണു, കൈ കംപ്ലീറ്റ് പൊള്ളി. എന്നോട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അവിടെ പറയുന്ന സമയത്ത്. ആ ഉടമ്പടി തൈലം പുരട്ടി ഉടനെ തന്നെ കൈ സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഇവിടെ സാക്ഷ്യം വിവരിക്കാനായി വന്നപ്പോൾ. അതുപോലെ വീടിൻ്റെ പലിശ, 4 വർഷമായിട്ടുണ്ടായിരുന്ന ഉറക്കക്കുറവ്, വീടിൻ്റെ കടം, ഇതെല്ലാം പരിശുദ്ധ അമ്മ വളരെ മനോഹരമായി സെറ്റിൽ ചെയ്തു. ഇതിനൊക്കെ ആൾ ചെയ്തൊരു കുറുക്ക് വഴി ഉണ്ടായിരുന്നു, സൂസൻ ചെയ്ത് കുറുക്ക് വഴി. മകളുടെ പ്രശ്നങ്ങളും തൻ്റെ പ്രശ്നങ്ങളും വരുമ്പോൾ പറഞ്ഞു തീർക്കാനാവാത്ത കാര്യങ്ങൾ അമ്മ ഒരു എഴുത്തെഴുതി അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇതൊന്നും ഞാൻ ഇനി നിന്നോട് എണ്ണി പറക്കുന്നില്ല, ഒന്നും ഞാൻ നിന്നോട് ശല്യപ്പെടുത്തുന്നില്ല, ഇത് നീ സമയമുള്ളപ്പോൾ വായിച്ചെടുത്താൽ മതി, നിനക്ക് സമയമാവുമ്പോൾ എനിക്ക് കൃപ ഈശോയിൽ നിന്ന് തന്നാൽ മതി, അത് ഉടനെ സാങ്ഷൻ ആവുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ സൂസൻ എന്ന മകളുടെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു. ഇനിയും അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാനുണ്ട്, മറ്റുള്ളവർക്ക് കാരുണ്യപ്രവൃത്തികൾ ചെയ്തു കൊടുക്കാനുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു വലിയ കയ്യടിയോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.